ദൈവ തിരുനാമത്തിന് നന്ദിയോടെ മഹത്വം ഉണ്ടാകട്ടെ. നല്ല ഒരു ദിവസം ദൈവം ദാനമായി നൽകി തന്നിരിക്കുന്നു. ദൈവവചന പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്നേഹവും വന്ദനവും ഇത്തരുണത്തിൽ അറിയിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തൻ്റെ ജഡാവതാരവുമായി ബന്ധപ്പെട്ട് കന്യകാജനനവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ, പല കാര്യങ്ങൾ നാം ഇതിനോടകം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഇടയായി. യേശുക്രിസ്തുവിൻ്റെ ആരംഭകാല ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് തുടർന്നുള്ള ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആരംഭകാല ജീവിതം, ആ വിഷയങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ട് പേരുകളുടെ പ്രാധാന്യതയെക്കുറിച്ച്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ട് പേരുകൾ, തൻ്റെ പേരുകളുടെ ഒരു സമ്പൂർണമായ ചിത്രം നാം കഴിഞ്ഞ ദിനങ്ങളിൽ ചിന്തിക്കുവാനായിട്ടിടയായതാണ്. എന്നാൽ രണ്ട് പേരുകളെ ഇവിടെ എടുത്ത് പരാമർശിക്കേണ്ടിയിരിക്കുന്നത് തൻ്റെ ആരംഭകാല ജീവിതവുമായി വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ്. ദൈവവചനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ജനിക്കുന്നതിന് മുൻപേ നാമകരണം ചെയ്യപ്പെട്ട 7 പേരെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ സാധാരണ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് നാമകരണങ്ങൾ നടക്കാറുള്ളത്, പേരിടിയിൽ നടക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവവചനത്തിൽ 7 ഭാഗങ്ങളിൽ 7 വ്യക്തികളോടുള്ള ബന്ധത്തിൽ ജനനത്തിന് മുൻപേ അവരുടെ പേരിടിയിൽ അല്ലെങ്കിൽ പേരുകൾ, അവർക്ക് വേണ്ടുന്ന പേരുകൾ നിർദ്ദേശിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇശ്മായേൽ എന്ന് പേർ വിളിക്കണം. ഇശ്മായേലിൻ്റെ ജനനത്തിനു മുന്നമേ തൻ്റെ പേര് നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇതെല്ലാം ദൈവം തന്നെ സംസാരിക്കുന്ന, ദൈവം തന്നെ തൻ്റെ ആലോചന വെളിപ്പെടുത്തുന്ന രംഗങ്ങളായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 19-ാമത്തെ വാക്യത്തിൽ അതിന് ദൈവം അരുളി ചെയ്തത് അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ഇസഹാക്ക് എന്ന വ്യക്തിയുടെ പേര് ജനനത്തിന് മുന്നമേ നൽകപ്പെടുന്നതായി നാം കാണുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും, അവൻ വിശ്രമ പുരുഷനായിരിക്കും, ഞാൻ ചുറ്റുമുള്ള അവൻ്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും, അവൻ്റെ പേർ ശലോമോൻ എന്ന് ആയിരിക്കും. അതുപോലെ 1 രാജാക്കന്മാർ 13-ന്റെ 2-ാമത്തെ വാക്യത്തിൽ യോശിയാവ് എന്ന രാജാവിനെ നാം കാണുകയാണ്. അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട്, യാഗപീഠമേ യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിന് യോശിയാവ് എന്ന പേരുള്ള ഒരു മകൻ ജനിക്കും. കണ്ടോ, യോശിയാവ് എന്ന് പേരുള്ള ഒരു മകൻ ജനിക്കും. അപ്പോൾ ഇതെല്ലാം ജനനത്തിന് മുന്നമേ പേര് നിശ്ചയിക്കപ്പെട്ട വ്യക്തികളായി
ദൈവവചനത്തിൽ പരാമർശിച്ചിരിക്കുകയാണ്. അതുപോലെ യെശയ്യാവ് 44 28 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. ആയതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലീശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ആയതുപോലെ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ ഈ 7 വ്യക്തിത്വങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ ജനനത്തിനു മുന്നമേ അവരുടെ പേര് ദൈവം നിശ്ചയിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് എന്ന ഒരു സത്യമാണ് ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ചില വ്യക്തികളുടെ അത് ജനനത്തിനു മുന്നമേ അവരുടെ പേരുകൾ നിശ്ചയിച്ച് ദൈവം നൽകുന്നതിലൂടെ നമ്മോട് ഓരോരുത്തരോടുമുള്ള ദൈവിക സന്ദേശം, അതിലൂടെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ദൈവിക സന്ദേശം എന്താണ് എന്നുള്ളത് നാം ചിന്തിക്കുക. നമ്മുടെ ആരുടെയും പേര് ദൈവം മുൻകൂട്ടി അരുളി ചെയ്തിട്ടുണ്ടാകുകയില്ല. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ ജനനത്തിന് മുന്നമേ തന്നെ അതെ നാം ഓരോരുത്തരും ഇന്ന വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുമെന്നും ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതി എന്നെല്ലാം ഉള്ളതായ വസ്തുതകൾ ദൈവത്തിന് നല്ലതുപോലെ നമ്മോടെല്ലാമുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന ആ യാഥാർത്ഥ്യത്തെ നാം ഓരോരുത്തരും ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത് പോലെ തന്നെ മാത്രം മുന്നോട്ട് പോകുവാനുള്ള ആഗ്രഹവും സമർപ്പണവും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്നും ഇത്തരുണത്തിൽ ആശംസിക്കുകയാണ്. 2 പേരുകളാണ് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന നിലയിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്ന്, ഇമ്മാനുവേൽ എന്ന ഒരു പേരാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൂതൻ പറയുന്ന ഒരു ഭാഗമാണ്: അത്യുന്നതൻ്റെ പുത്രൻ, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അല്പം കൂടെ മുകളിലേക്ക് വായിക്കുന്നു, 31 മുതൽ 30-ാമത്തെ വാക്യം മുതൽ: ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് അത്യുന്നതൻ്റെ പുത്രൻ എന്ന നിലയിൽ നമുക്ക് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ വചനത്തിൽ 22-ാമത്തെ വചനത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇത് പ്രവചിച്ചിരിക്കുന്നത് യെശയ്യാവാണ്. 7-ാമത്തെ അധ്യായം
14-ാമത്തെ വാക്യത്തിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ ഇമ്മാനുവേൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ആദ്യം വായിച്ച ആ വേദഭാഗം യേശു എന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, അത്യുന്നതൻ്റെ ശക്തിയുള്ളവൻ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, അവന് യേശു എന്ന പേരിടാൻ. അപ്പോൾ ഇമ്മാനുവേൽ എന്ന ആ പദത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിലാണ് ഈ ഇമ്മാനുവേൽ എന്ന പേര് യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിച്ചു, അത്യുന്നതൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രൻ, ദൈവപുത്രൻ എന്ന നിലയിലാണ് ഇമ്മാനുവേൽ എന്ന പേര് യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ പേര് ആദ്യം പരാമർശിച്ചത് പ്രവാചകനായ യെശയ്യാവാണ്. നാം വായിച്ചു യെശയ്യാവ് 7:14. ആദ്യം പരാമർശിച്ചിരിക്കുന്നത് യെശയ്യാവാണ്. ഈ പേര് സാക്ഷാൽ ദൈവം ജഡത്തിൽ വന്നു എന്ന് തെളിയിക്കുന്ന ഒരു പേരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ വചനം ജഡമായി തീർന്ന ആ ഒരനുഭവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പേരാണ് ഇമ്മാനുവേൽ. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെ എന്നാണ് ആ വാക്ക് അർത്ഥമാക്കുന്നത്. യേശു മറിയയിലൂടെ ജനനമെടുത്തുവെങ്കിലും താൻ പരിശുദ്ധാത്മാവിനാലാണ് ഉൽപ്പാദിതമായത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഇമ്മാനുവേൽ എന്ന ഈ പദം തൻ്റെ ദൈവത്വത്തെ എടുത്തു കാണിക്കുകയാണ്. തൻ്റെ ദൈവത്വത്തെയാണ് ഈ പദത്തിലൂടെ വിരൽ ചൂണ്ടുന്നത്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് തുടങ്ങി ആ ഭാഗം 8 വരെയുള്ള വേദഭാഗം തൻ്റെ ദൈവത്വത്തെ വർണ്ണിക്കുന്നതായ വേദഭാഗങ്ങളാണ്. ഈ ദൈവത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇമ്മാനുവേൽ എന്ന പേര് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയിരിക്കുന്നത്. ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷ കാലയളവിലൊന്നും ഈ പേരിൽ താൻ അത്രയധികം അറിയപ്പെട്ടിരുന്നില്ല. യേശു എന്ന പേരിലാണ് താൻ ഈ ഭൂമിയിലെ ശുശ്രൂഷാവേളയിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം അതിൻ്റെ പിന്നിലെ പ്രധാനമായ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തൻ്റെ മനുഷ്യത്വമായിരുന്നു ഈ ഭൂമിയിലെ ശുശ്രൂഷാവേളയിൽ ഏറ്റവും അധികം പ്രകടമായിരുന്നത്. തെറ്റിദ്ധരിക്കരുത്, താൻ ദൈവമല്ലായിരുന്നു എന്നല്ല അവിടെ അർത്ഥമാക്കുന്നത്. മറിച്ച് തൻ്റെ മനുഷ്യത്വം എന്ന പ്രകൃതം വളരെയധികം പ്രകടമായിരുന്നു തൻ്റെ ഭൂമിയിലെ ശുശ്രൂഷ കാലയളവിൽ. ആയതുകൊണ്ട് യേശു എന്ന പേരിലാണ് താൻ തൻ്റെ ശുശ്രൂഷ കാലയളവിൽ മുഴുവൻ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ തനിക്ക് ഉണ്ടായിരുന്ന ദൈവം കൊടുത്ത മറ്റൊരു പേരാണ് ഇമ്മാനുവേൽ. അതിൻ്റെ ആശയം ഇതാണ്: സാക്ഷാൽ ദൈവം നമ്മോടുകൂടെ. സാക്ഷാൽ അതേ ദൈവം ജഡമായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്നർത്ഥം വരുന്ന പദമാണ് ഇമ്മാനുവേൽ. യേശു കർത്താവ് സാക്ഷാൽ ഇമ്മാനുവേലായി ഇന്നും നമ്മോടുകൂടെ വാസം ചെയ്യുന്നവനാണ്.
അവൻ്റെ ആ ഇമ്മാനുവേൽ എന്ന ആ പദവി, ആ പേരിൻ്റെ ആശയം യഥാർത്ഥമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം എന്നോടുകൂടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയണം. നമ്മളുടെ ജീവിതത്തിൻ്റെ നിരാശാവേളകളിൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി മേഖലകളിൽ ഈ പേരിന് നമ്മോടുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രാധാന്യതയുണ്ട്. സാക്ഷാൽ ദൈവം എന്നോടുകൂടെ, ആ ദൈവത്തോടു കൂടെയാണ് എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നത്, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്. ജീവിതത്തിന് പുതിയ അർത്ഥവും പുതിയ ലക്ഷ്യബോധവും, അതെ, പുതിയ മാനങ്ങളും ഈ പേരിൻ്റെ ആശയത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൈവരികയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ പേരിൻ്റെ പ്രാധാന്യതയിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കാം. അത് യേശു എന്ന പേരാണ്. അപ്പോൾ ഒന്നാമത്തെ പേര് ഇമ്മാനുവേൽ എന്ന പേരാണ്. രണ്ടാമത്തെ പേര് യേശു എന്ന പേരാണ്. ഈ രണ്ടു പേരും നൽകുന്നത് സാക്ഷാൽ ദൈവമാണ്. ദൂതൻ മുഖാന്തരം ആണ് ഈ പേര് അറിയിക്കുന്നത്. അപ്പോൾ യേശു എന്ന പേര്, രക്ഷകൻ എന്നാണ് യേശു എന്ന വാക്കിൻ്റെ ആശയവും അർത്ഥവും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ പേര് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പേരാണ്. അതായത് കന്യകയായ മറിയയിലൂടെ ജനനമെടുക്കുന്ന ആ സമയത്തിന് മുമ്പ് വരെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ യേശു എന്ന ഒരു പേര് ഇല്ലായിരുന്നു, അവിടെ പ്രസക്തമല്ലായിരുന്നു. എന്നാൽ എപ്പോഴാണോ സാക്ഷാൽ ക്രിസ്തു ജഡത്തിൽ അവതരിക്കുവാനായിട്ട് ആരംഭിച്ചത്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്, അവിടം മുതലാണ് യേശു എന്ന പേരിൻ്റെ പ്രസക്തി നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. അതായത് മനുഷ്യാവതാരത്തിനു മുമ്പ് യേശു എന്ന പേര് സാക്ഷാൽ ദൈവമായ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യാവതാരത്തിലൂടെയാണ്, കന്യകാജനനത്തിലൂടെയാണ് യേശു എന്ന പേര് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അത് ആവിർഭവിച്ചത് എന്ന വസ്തുത നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഈ പേര് തൻ്റെ മനുഷ്യത്വത്തെയാണ് അവിടെ കാണിക്കുന്നത്. തൻ്റെ മനുഷ്യത്വത്തിന്, മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വിളങ്ങി വന്ന ആ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പേരാണ് യേശു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പഴയ നിയമത്തിലെ യോശുവ, യഹോവ രക്ഷകൻ എന്നർത്ഥം വരുന്ന യോശുവ എന്നതിൻ്റെ സമാനാർത്ഥമായ പദമാണ് യേശു എന്ന പദം എന്ന് നമ്മൾ മനസ്സിലാക്കുക. യേശു ജഡരക്തങ്ങളോട് കൂടിയവനായി, നമ്മുടെ അടുത്ത ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനായി തീരുകയും അതുമൂലം നമ്മുടെ രക്ഷകനായി തീരുകയും ചെയ്തു എന്ന് എബ്രായ ലേഖനകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് പറഞ്ഞ ആ ഭാഗം അങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായ ഒരു വീണ്ടെടുപ്പുകാരനായി യേശു തീർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് യേശുവിന് ആ രീതിയിൽ തീരുവാനായിട്ട് കഴിഞ്ഞത്? സാക്ഷാൽ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറന്ന ആ അനുഭവത്തിലൂടെയാണ് ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിട്ട് യേശുവിന് തീരുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിയെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായി തീരണം.
കിൻസ്മാൻ റെഡീമർ എന്ന ഒരു ആശയമാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രൂത്തിനെ വീണ്ടെടുക്കുവാൻ ബോവസിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? രൂത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ചാർച്ചക്കാരനായ വ്യക്തിയായിരുന്നു ബോവസ്. അതുകൊണ്ട് തനിക്ക് വീണ്ടെടുക്കേണ്ട ഒരാവശ്യകത, ഒരു ഉത്തരവാദിത്തം തന്നിൽ നിക്ഷിപ്തമായിരുന്നു. ആയതിനാൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ, താൻ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ചാർച്ചക്കാരനായി യേശു കർത്താവ് മാറുകയും നമ്മെ വീണ്ടെടുക്കുവാനുള്ള ആ വലിയ ഉത്തരവാദിത്തം തന്നിൽ നിക്ഷിപ്തമാവുകയും അതിൻ്റെ വെളിച്ചത്തിൽ നമ്മെ വീണ്ടെടുത്ത് നമ്മെ രക്ഷിച്ച രക്ഷകനായി കർത്താവായ യേശു ക്രിസ്തു നിലകൊള്ളുകയും ചെയ്യുകയാണ് എന്ന പരമാർത്ഥം നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ യേശു എന്നുള്ളതായ പേരിൻ്റെ പ്രാധാന്യത, താൻ രക്ഷകനാണ്. എന്നാൽ എങ്ങനെയാണ് തനിക്ക് രക്ഷകനാകുവാനായിട്ട് കഴിയുന്നത്? നമ്മുടെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവരെപ്പോലെ അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്ന് നമ്മുടെ അടുത്ത ചാർച്ചക്കാരനായി ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കുന്ന യഥാർത്ഥ വീണ്ടെടുപ്പുകാരനായി കർത്താവായ യേശു ക്രിസ്തു മാറിയിരിക്കുകയാണ്. യേശു എന്ന പേരിടണമെന്ന് മറിയയോടും യോസേഫിനോടും ദൂതൻ പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:31 അത് പറയുന്നുണ്ട്. യോസേഫിനോടും മറിയോടുമാണ് നിങ്ങൾക്കൊരു ശിശു ജനിക്കാൻ പോകുന്നു, അപ്പോൾ യേശു എന്ന് പേരിടണമെന്ന് പറയുകയാണ്. യോസേഫ് വളരെ അനുസരണത്തോടെ ആ കാര്യം നിർവഹിക്കുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം 1:20, 21, 25 തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാം. യോസേഫ് അതനുസരിക്കുകയാണ്. അവനെ യേശു എന്ന് പേര് വിളിക്കുവാനായിട്ടിടയായി. ശിശുവിന് പേര് നൽകുക എന്നുള്ളത് ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. പഴയ നിയമ പശ്ചാത്തലങ്ങളിലെല്ലാം പരിശോധിച്ചാൽ അറിയാം, ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു ശിശുവിന് പേര് നൽകുക എന്നുള്ളത്. ഇവിടെ യേശുവിൻ്റെ പിതാവായ സ്വർഗീയ പിതാവ് തനിക്ക് പേര് നൽകുകയും അത് ദൂതൻ മുഖേന അറിയിച്ച് ഭൂമിയിലെ വളർത്ത് പിതാവായ യോസേഫ് ആ പേര് യേശുവിന് നൽകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ. അപ്പോൾ യേശുവിൻ്റെ പിതാവ്, സാക്ഷാൽ പിതാവായ ദൈവം യേശുവിന് ആ പേര് നൽകുകയാണ്. ഇവൻ യേശു എന്ന് പേരിടണം എന്ന് നിർദ്ദേശിക്കുകയും ഭൂമിയിൽ ഒരു വളർത്ത് പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന യോസേഫ് ആ കൃത്യം നിർവഹിക്കുകയും ചെയ്യുന്ന ആ അത്യപൂർവമായ ആ വസ്തുത, ആ യാഥാർത്ഥ്യം ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യവും കൂടെ ഒന്ന് സൂചിപ്പിക്കട്ടെ. 8-ാം നാളിലെ ഔദ്യോഗിക നാമകരണം. ഈ പേരുകൾ, ഈ യേശു എന്നുള്ളതായ ആ പേര് തനിക്ക് ഔദ്യോഗികമായ നിലയിൽ തനിക്ക് നൽകപ്പെടുന്നത് 8-ാം നാളിലെ ആ ഒരു ദിവസമാണ്, പരിച്ഛേദന ദിവസമാണ് യേശു കർത്താവിന് ഈ പേര് നൽകുന്നത്. ഈ ഒരു പ്രവൃത്തി, ഈ 8-ാം നാളിലെ നാമകരണം, പരിച്ഛേദന തുടങ്ങിയ ആ പ്രവൃത്തി എന്ന് പറയുന്നത് അബ്രഹാമിക ഉടമ്പടിയിലും മോശയുടെ ന്യായപ്രമാണത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. ഉൽപ്പത്തി 17:12 ലേവ്യ 12:3 ആ വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അബ്രഹാമിക ഉടമ്പടിയിലും മോശയുടെ ന്യായപ്രമാണത്തിലും പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് 8-ാം നാളിൽ ഔദ്യോഗികമായ നാമകരണം അല്ലെങ്കിൽ പരിച്ഛേദന ചെയ്യുന്ന ഒരനുഭവം എന്നുള്ളത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം അനുശാസിക്കുന്നതെല്ലാം പൂർത്തീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഒരു യഥാർത്ഥ രക്ഷകനായി, യഥാർത്ഥ വീണ്ടെടുപ്പുകാരനായി കർത്താവായ യേശുക്രിസ്തുവിന് തീരണമെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ അവസാനമായി ന്യായപ്രമാണം അനുശാസിക്കുന്ന സകല കാര്യങ്ങളെയും പൂർണ്ണമായ നിലയിൽ നിവർത്തീകരിക്കപ്പെടേണ്ട ഒരാവശ്യകത തന്നോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല,
ഞാൻ ന്യായപ്രമാണത്തെ നിവർത്തിപ്പാനത്രേ വന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അവസാനമായി ന്യായപ്രമാണത്തെ സമ്പൂർണമായി നിവർത്തിച്ചുകൊണ്ട് ഇനി ഒരു യാഗവും ആവശ്യമില്ല എന്നുള്ളതായ നിലയിൽ ആ ഏകയാഗം, ആ സമ്പൂർണ്ണയാഗം കാൽവറി ക്രൂശിൽ നിർവഹിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ അവസാനമായി അതിനൊരു തിരശീല വീഴ്ത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. ആ ഒരു പ്രവർത്തികളിലൂടെയാണ് ആ ന്യായപ്രമാണത്തിൻ്റെ തികവാർന്ന ആചരണങ്ങൾ യേശുക്രിസ്തുവിൽ നിറവേറപ്പെടുന്നതിലൂടെ താൻ യഥാർത്ഥ രക്ഷകനായി മാനവജനതയെ രക്ഷിക്കുവാൻ കഴിയുന്ന സമ്പൂർണ്ണ രക്ഷകനായി തീരുവാൻ കഴിയുകയും നമ്മെ രക്ഷിക്കുകയും ആ രക്ഷ നമുക്കിന്ന് അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ, അതെ, ആ രക്ഷയുടെ വെളിച്ചത്തിൽ രക്ഷണ്യ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആയതിനാൽ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഇമ്മാനുവേൽ, അതെ, അവൻ ഇമ്മാനുവേലായി നമ്മോട് കൂടെ, ആ യേശു രക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മോട് കൂടെ, ആ കർത്താവിലാണ് നമ്മളുടെ മുഴുവൻ ആശ്രയം, ആ കർത്താവിലാണ് നമ്മളുടെ മുഴുവൻ പ്രത്യാശ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ആരംഭകാല ജീവിതത്തിലെ മറ്റ് ചില വസ്തുതകളുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ മഹത്വം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.